പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം, അതിൻ്റെ 18-19 വാക്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ച് കേട്ടതാണ്. മലയാളത്തിൽ ഞാൻ വായിക്കാം. 1 Peter chapter 1 verses 17 and 18 and 19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം വേരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതിനാൽ, ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായതിനാൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളൊന്നുമില്ല, ഏതുമില്ല. അങ്ങയുടെ സ്നേഹവും കരുതലുമാണല്ലോ ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇത്രമാത്രം സ്നേഹിക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല. എന്നാൽ ദൈവസന്നിധിയിൽ വിനയപ്പെടാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് ദൈവ ആലോചനക്കനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഐറിഷ് രാജാക്കന്മാരുടെ രാജകീയ ചിഹ്നം ഒരു കുരങ്ങിൻ്റെ ചിത്രമാണ്, പിക്ചർ ഓഫ് മങ്കി. അതിനൊരു അടിക്കുറിപ്പുണ്ട്, ഇപ്രകാരമാണ്: ഐ വിൽ നോട്ട് ഫോർഗെറ്റ് വാട്ട് ഹി ഡിഡ് ഫോർ മീ. ഐ വിൽ നോട്ട് ഫോർഗെറ്റ് വാട്ട് ഹി ഡിഡ് ഫോർ മീ. അവൻ എനിക്ക് ചെയ്തത് ഞാൻ മറക്കില്ല. ഇതിൻ്റെ പിന്നിലെ സംഭവം എന്ന് പറഞ്ഞ് കേൾക്കുന്നത്, ഒരിക്കൽ ഐറിഷ് രാജാവ് തൻ്റെ കുടുംബവും പരിവാരവും ഒക്കെയായിട്ട് വേനൽക്കാല വസതിയായ മറ്റൊരു ഇടത്തേക്ക് മാറി താമസിക്കുക. തൻ്റെ രോഗിയായ കൊച്ചു പൈതലിനെ കൊണ്ടുപോകാൻ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ കൊച്ചു പൈതലിനെ കൊട്ടാരത്തിൽ തന്നെ ആക്കുന്നു, ശുശ്രൂഷിക്കാൻ പരിചാരകരെയൊക്കെ ആക്കി വെച്ചിരിക്കുക. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി കൊട്ടാരത്തിൽ അഗ്നിബാധയുണ്ടായി. പരിചാരകരും കൊട്ടാരം ജോലിക്കാരും ഒക്കെ കിട്ടിയ വിലപിടിപ്പുള്ള സാധനങ്ങളും എടുത്തുകൊണ്ട് ഓടുവാനുള്ള തത്രപ്പാടിലാണ്. ആ ശ്രമത്തിൽ രോഗിയായി കിടക്കുന്ന രാജാവിൻ്റെ പൊന്നോമന മകനെ കുറിച്ച് മറന്നുപോയി. എന്നാൽ രാജാവ് ഏറെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയിരുന്ന ഒരു കുരങ്ങ് ആ കൊട്ടാരത്തിലുണ്ട്. ഈ ബഹളങ്ങളെല്ലാം കണ്ട് കുരങ്ങ് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. ഈ കുരങ്ങ് തീക്കകത്തേക്ക് എടുത്ത് ചാടുകയാണ്. മടങ്ങി വരുമ്പോൾ തുണിക്കുള്ളിൽ ഈ കുഞ്ഞിനെ കടിച്ച് പിടിച്ചുകൊണ്ട് തീക്ക് പുറത്ത് വന്നു. കുരങ്ങ് അതിൻ്റെ ദേഹമാസകലം പൊള്ളലേറ്റു. എന്നാൽ കുഞ്ഞിന് യാതൊരു പ്രയാസവുമില്ലാതെ സുരക്ഷിതമായി അതിന് പുറത്ത് എത്തിച്ചു. വിവരമൊക്കെ അറിഞ്ഞ് രാജാവും പരിചാരങ്ങളും ഒക്കെ തിരികെ എത്തി. രാജാവിന് ഏറെ സന്തോഷമായി. രാജാവ് ഈ കുരങ്ങിനെ ഏറെ ലാളിച്ചു. അതിനെ തലോടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഐ വിൽ നോട്ട് ഫോർഗെറ്റ് വാട്ട് ഹി ഡിഡ് ഫോർ മീ. അവൻ ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുക. ഈച്ച് ഗുഡ് ഫ്രൈഡേ ഈസ് ദ ഒക്കേഷൻ ടു റീഅഫേം ദാറ്റ് ഐ വിൽ നോട്ട് ഫോർഗെറ്റ് വാട്ട് ഹി ഡിഡ് ഫോർ മീ. അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഓരോ ദുഃഖവെള്ളിയാഴ്ച മാത്രമല്ല, ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ പ്രഖ്യാപിക്കുന്ന ആളെന്നാണ്. ദുഃഖവെള്ളിയാഴ്ച അതേ അനുഭവത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ട് റീഅഫേം ചെയ്യുകയാണ്: ഐ വിൽ നോട്ട് ഫോർഗെറ്റ് വാട്ട് ഹി ഡിഡ് ഫോർ മീ.
അവൻ എനിക്ക് ചെയ്തത് ഞാൻ ഒരു നാളും മറക്കുകയില്ല എന്ന് പ്രഘോഷിക്കുന്നതായുള്ള സന്ദർഭം. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ക്രൂശിനെ ധ്യാനിക്കുന്നതായുള്ള ഈ ദിനം നമ്മുടെ മനസ്സിലെല്ലാം കാൽവറിയിലെ മരക്കുരിശ് നിറഞ്ഞു നിൽക്കുകയാണ്. കാൽവറി മാത്രമല്ല, യേശുവിൻ്റെ ജീവിതം ആസകലം ഈ കുരിശിൻ്റെ പാതയിലുള്ള ഒരു യാത്രയായിരുന്നു, അല്ലെങ്കിൽ ഒരു കുരിശിൻ്റെ വഴി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ആ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒരു പൂർത്തീകരണമാണ്, അനിവാര്യമായ ഒരു പരിണാമമാണ് കാൽവറിയിൽ നമ്മൾ കാണുന്നത്. എന്താണ് ക്രോസ്? കർത്താവിൻ്റെ മരണത്തിന് മുൻപ്, ക്രൂശ് മരണത്തിന് മുമ്പ് ഒരുപക്ഷെ ക്രോസ് അപമാനത്തിൻ്റെ ചിഹ്നമായിരുന്നു. കുറ്റവാളികളെയും അധർമ്മികളെയും കൊല്ലുവാൻ ഉപയോഗിച്ചിരുന്ന മാർഗമായിരുന്നു ക്രോസ് എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം അതിൻ്റെ അർത്ഥം മാറുകയാണ്. കുറ്റവാളി മണ്ണിൽ വീണ് മരിച്ചാൽ ഭൂമി ശപിക്കപ്പെടും എന്നുള്ളതായ ഒരു പേർഷ്യൻ സങ്കല്പത്തിൽ നിന്നാണ് ഈ കഴുകുമരം ക്രോസ് ഒക്കെ രൂപപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവിനെ ഒരു കുറ്റവാളിയെ പോലെ, ഒരു ശപിക്കപ്പെട്ടവനെ പോലെ കാൽവറി ക്രൂശിൽ യാഗമാക്കി തീർക്കുകയാണ്. എന്നാൽ കുറ്റമില്ലാത്തവൻ ദൈവപുത്രൻ ഈ ക്രൂശിൽ, ഈ കഴുമരത്തിൽ ഏറിയപ്പോൾ ക്രോസിന്റെ അർത്ഥം മാറുകയാണ്. ഒരുപക്ഷെ അപമാനത്തിന്റെ ചിഹ്നമായിരുന്നത് ഇന്ന് വിജയത്തിന്റെ ചിഹ്നമായി മാറി. ഇറ്റ് ബിക്കെയിം എ സിംബൽ ഓഫ് വിക്ടറി ഓവർ സിൻ. പാപത്തിന്മേലുള്ളതായ വലിയ വിജയത്തിന്റെ ചിഹ്നമായിട്ട് അത് മാറുകയാണ്. മലയാളത്തിലെ ഒരു ചിന്തകൻ ഇപ്രകാരം പറയുന്നുണ്ട്: യേശു കുരിശുമരണം വഹിച്ചതോടെ കുരിശ് സഹനത്തിന്റെ പ്രതീകമായി, മഹത്വീകരണത്തിനുള്ള സുശക്തമായ സോപാനമായി, അനന്തമായ സ്നേഹമായി, അളവറ്റ ശുശ്രൂഷയായി, അനവദ്യമായ മുക്തിമാർഗമായി. അതുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശും അത് നൽകുന്ന വിടുതലും നിത്യജീവനും ഇന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇന്ന് നമുക്ക് ഈ കുരിശ് അല്ലെങ്കിൽ ക്രോസ് എന്താണ് അർത്ഥം നൽകുന്നത്? വാട്ട് ഈസ് ക്രോസ് ഫോർ അസ് ടുഡേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രോസ് ഇൻ അവർ ലൈഫ്സ്? നാം കുരിശെന്ന് പറയുന്ന ഒരുപക്ഷെ നാം നേരിടുന്ന ജീവിതത്തിലെ വൈഷമ്യങ്ങളെയാണ്, ഒരുപക്ഷെ നാം നേരിടുന്ന പ്രതിസന്ധികളെ നമ്മൾ കുരിശെന്ന് പറയും. ചിലർ ഭാര്യമാരെ കുരിശെന്ന് പറയും, ചിലർ ഭർത്താക്കന്മാരെ പറയും. മുമ്പൊക്കെ പറയുന്ന മറ്റൊരു കുരിശായിരുന്നു അമ്മായിയമ്മ. ഇപ്പൊ അത് ഇവിടെ ഒരുപക്ഷെ സാങ്കത്യമില്ലായിരിക്കും. അമ്മായിയമ്മയെ കുരിശെന്ന് പറയും. ചിലർ നമ്മൾ ബോസിനെ കുരിശെന്ന് പറയാം, സഹപ്രവർത്തകരെ കുരിശെന്ന് പറയാം. ഒരുപക്ഷെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ കുരിശെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും ഹോളി ലാൻഡ് ടൂറിന് പോവുകയാണ്. ഹോളി ലാൻഡ് വിസിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഭാര്യയ്ക്ക് പെട്ടെന്ന് രോഗബാധിതയായി ഭാര്യ മരിച്ചുപോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രീസ്റ്റ് ഈ ഹസ്ബൻഡിനോട് പറഞ്ഞു, സെൻഡിങ് ബോഡി ടു യുവർ ഹോം പ്ലേസ് will be a costly thing. It will cost around $10,000. If you want to bury her here in this holy land, it will cost only $100. അപ്പോൾ എന്താ തിരഞ്ഞെടുക്കും? ഈ ഭർത്താവ് പറഞ്ഞു, I will take her body to my hometown. അപ്പോൾ ഈ പ്രീസ്റ്റിന് വളരെ ആശ്ചര്യമായി. ഇത്രയും ചിലവേറി ഈ കോസ്റ്റ്ലി ആയിട്ടുള്ളത് നീ ഓപ്ഷൻ നിനക്ക് തിരഞ്ഞെടുക്കാൻ കാരണം നീ അത്രമാത്രം ഈ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഈ പ്രീസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, കാര്യം അങ്ങനെയൊന്നുമല്ല, നത്തിങ് ലൈക്ക് ദാറ്റ്. അദ്ദേഹം പറഞ്ഞു, ജസ്റ്റ് ദാറ്റ് ജീസസ് വാസ് ബറീഡ് ഹിയർ ആൻഡ് കെയിം അലൈവ് ഓൺ ദ തേർഡ് ഡേ. I cannot take that risk. ഭാര്യ കുരിശായി മാറാം. ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ ഒക്കെ ഒരുപക്ഷെ കുരിശായി നമ്മൾ കാണാറുണ്ട്. നമ്മുടെ സുഗമമായുള്ള സന്തോഷകരമായ ജീവിതത്തിന് തടസ്സം വരുന്നതിനെല്ലാം നമ്മൾ പലപ്പോഴും കുരിശെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ സുഖകരമായ യാത്രയെ വഴിമുടക്കുന്നതിനെ അല്ല കുരിശെന്ന് പറയേണ്ടത്. നമ്മൾ സാധാരണയായിട്ട് അങ്ങനെയാണ്. വി കോൾ whoever or whatever makes difficulty in our way as cross. But for Jesus, it was not
the difficulties on his way. For him, it was risking his life for the glory of God. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തൻ്റെ ജീവനെ എറിഞ്ഞു കൊടുക്കുന്നതായ അനുഭവമായിരുന്നു കർത്താവിനെ സംബന്ധിച്ചോളം ക്രോസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് ചോയ്സ്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ ഏറ്റെടുത്തതായ സഹനമാണ്, ത്യാഗമാണ് ക്രോസ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. He could have been avoided from this task. എന്നാൽ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം പോലെ. He surrendered before the will of God. ഒഴിവാക്കപ്പെടാമായിരുന്നത് മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു. തനിക്ക് അവകാശപ്പെടാമായിരുന്നത് മനസ്സോടെ ഉപേക്ഷിക്കുകയായിരുന്നു കർത്താവ് ചെയ്തത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ വളരെ സുന്ദരമായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ അഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. ഒഴിവാക്കപ്പെടാമായിരുന്നത് മനസ്സോടെ സ്വീകരിക്കാം. ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തനിക്ക് അവകാശപ്പെടാമായിരുന്നത് ബോധപൂർവമായി ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത്. It was self-emptying to redeem the sinful humanity. സ്വയം വെറുമയാക്കിയാണ് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് രക്ഷ നൽകുവാൻ, നമുക്ക് നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് സ്വയം വെറുമയാക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ക്രോസ് ഈവൻറ്റിനെ നമ്മൾ ഓർക്കുന്നതായ ഈ സമയത്ത്, ഇതിനെ സെലിബ്രേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മോട് എന്താണ് സംസാരിക്കുന്നത്? ക്രോസിൻ്റെ മീനിങ്ങും അതിൻ്റെ സിഗ്നിഫിക്കൻസും നമ്മൾ ശരിയായി കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ക്രോസിൻ്റെ അർത്ഥവും സാങ്കത്യവും ഒക്കെ ശരിയായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ആരാധനയ്ക്ക് അർത്ഥമുള്ളത്. അതുകൊണ്ട് എൻ്റെ സുഖത്തിനും ലാഭത്തിനും വേണ്ടിയുള്ള ഓട്ടത്തിലെ പ്രതിസന്ധികൾ, വൈഷമ്യങ്ങൾ കുരിശല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തി വയ്ക്കുന്ന വിനാശങ്ങൾ, ഞാൻ ചെയ്തു കൂട്ടുന്നതായുള്ള പ്രവൃത്തികളുടെ ദോഷം മൂലം എനിക്കുണ്ടാകുന്ന വിപത്തുകൾ കുരിശല്ല. എനിക്ക് കഴുത്തിൽ അണിഞ്ഞു കൊണ്ട് നടക്കുവാനായിട്ടുള്ള ഒരു വസ്തുവല്ല, ഒരു ആഭരണമല്ല കുരിശ്. എനിക്ക് നിത്യവും വണങ്ങുവാനുള്ള ഒരു ആരാധന ബിംബമല്ല കുരിശ്. എന്നാൽ ക്രോസ് എന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഇതൊരു ജീവിത വഴിയാണ്, ജീവിതത്തിൻ്റെ മാർഗമാണ്. ഇറ്റ് ഈസ് എ വേ വിച്ച് ബ്രോട്ട് മീ ലൈഫ്. എനിക്ക് ജീവൻ പകർന്നു തന്നതായുള്ള, മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും എനിക്ക് ജീവൻ പകർന്നു തന്നതായുള്ള ജീവൻ്റെ വലിയ അനുഭവമാണ് ക്രോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഗുഡ് ഫ്രൈഡേ, ഈ ദുഃഖവെള്ളി ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥവും സാങ്കത്യവും നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. 2-3 ചിന്തകൾ ചുരുക്കമായിട്ട്. ഒന്ന്, ഈ ക്രോസ് നമ്മെ വെല്ലുവിളിക്കുന്നത് എന്താണ്? ക്രോസ് എന്ന് പറയുന്നത്, ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് യുണീക് ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹത്തിൻ്റെ വലിയൊരു എക്സ്പ്രഷനാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം എന്നെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് കുരിശ് എന്ന് പറയുന്നത്, കാൽവറി കുരിശിൽ കർത്താവ് യാഗമായി തീർന്നു എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ യുണീക്ക് എക്സ്പ്രഷൻ ഓഫ് ഗോഡ്സ് ലവ്. നമ്മെ ദൈവം എങ്ങനെ അതുല്യമായി സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മെ വെളിപ്പെടുത്തി തരികയാണ്. പാപത്തിൻ്റെ ഭീകരത സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ ഇല്ലാതെ പോകുന്നതായുള്ള വലിയ അനുഭവം, പാപം നശിപ്പിച്ചതിനെ സ്നേഹം വീണ്ടെടുക്കുന്നതായുള്ള സുന്ദരമായുള്ള നിമിഷം. അതുകൊണ്ട് കുരിശ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവം സ്നേഹിച്ചത് നമ്മൾ പാപികളായിരുന്ന അവസ്ഥയിലാണ്. നാം പാപികളായിരുന്നപ്പോൾ തന്നെ
നമ്മെ സ്നേഹിച്ചതായുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നിന്റെ മെറിറ്റ് നോക്കിയല്ല ദൈവം നിന്നെ സ്നേഹിച്ചത്. അതുകൊണ്ട് മറ്റാരുടെയും മേന്മ നോക്കിയല്ല നീ അവരെ സ്നേഹിക്കേണ്ടത്. ശത്രുവാണെങ്കിലും ഉപദ്രവിക്കുന്നവനാണെങ്കിലും നിനക്ക് ദോഷം വരുന്നവനാണെങ്കിലും അവനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഈ യുണീക്ക് ലവ് ആണ് ക്രോസിൽ നമ്മൾ കാണുന്നത്. ഇന്ന് നാം ഈ കുരിശിനെ ധ്യാനിക്കുമ്പോൾ, അതിനെ ഓർക്കുമ്പോൾ നമ്മിലും ഉണ്ടാകേണ്ടത് ഈ സ്നേഹത്തിൻ്റെ വഴിയാണ്. യൂദ നമ്മൾ വായിച്ചു കേട്ടു, കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ വരികയാണ്. പറഞ്ഞിരുന്ന അടയാളം പോലെ വന്ന് അവനെ ചുംബിക്കുകയാണ്. കർത്താവിനെ വിളിക്കുന്ന സ്നേഹിത എന്നാണ്. തന്നെ ഒറ്റിക്കൊടുക്കുന്നവനാണെങ്കിലും സ്നേഹിത എന്ന് വിളിക്കുവാൻ കർത്താവ് ശ്രമിക്കുകയാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത് കാൽവറി ക്രൂസിൽ കർത്താവ് നമുക്ക് തെളിയിച്ചു തരികയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹത്തിന് അവകാശികളായി തീർന്ന നമ്മെ സംബന്ധിച്ചോളം ഇത് കേവലം ആരാധന വസ്തുവല്ല. ഇതെന്റെ ലാഭങ്ങൾക്ക് വേണ്ടി ഞാൻ വണങ്ങുന്നതായുള്ള ഒരു വസ്തുവല്ല. ഞാൻ അലങ്കാരമായി കൊണ്ടു നടക്കേണ്ടതായുള്ള ഒന്നല്ല. മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ വഴിയായി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ ഗുഡ് ഫ്രൈഡേ നമ്മുടെ ജീവിത ശൈലി എന്താണ്? സ്നേഹത്തിൻ്റെ ശൈലി സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ? അപരനെ, സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കുരിശിനെ ധ്യാനിക്കാൻ കഴിയില്ല. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുവൻ വഴിപാട് അർപ്പിക്കാൻ വരുമ്പോൾ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ അതവിടെ വെച്ചിട്ട് പോകാനായിട്ട് പറയുന്നത്. നീ അതും കൊണ്ടുപോയി വഴിപാട് അർപ്പിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. സ്നേഹമില്ലാതെ ആരാധനയ്ക്ക് അർത്ഥമില്ല. ക്രൂശ് അതുല്യമായ സ്നേഹത്തിന്റെ എക്സ്പ്രഷനാണ്. ഇതിനെ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ, ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അപരനോടുള്ള വൈരാഗ്യവും പക വിദ്വേഷവും ഉള്ളിൽ വെച്ചുകൊണ്ട് ആരാധിച്ചല്ലേ ആരാധനയ്ക്ക് അർത്ഥമില്ല. അപരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് ഈ ക്രൂശിനെ ധ്യാനിക്കാനായിട്ട് സാധ്യമാകുകയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കാം. നമ്മുടെ വഴി ഏതാണ്? ഈ സ്നേഹത്തിന്റെ വഴിയാണോ? ദൈവം നമ്മെ അതുല്യമായി സ്നേഹിച്ചതുപോലെ നമുക്ക് ആ സ്നേഹം മറ്റുള്ളവർക്ക് പകരാൻ നമുക്ക് കഴിയുമോ? 2, കുരിശിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്വയം അർപ്പിക്കാൻ വേണ്ടി നമ്മെ ചലഞ്ച് ചെയ്യുകയാണ്. ഇറ്റ് ഇസ് ആൻ എക്സ്പ്രഷൻ ഓഫ് സെൽഫ് എംപ്റ്റിയിങ്. സ്വയം വെറുമയാക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണല്ലോ. ക്രൂശിന്റെ മാർഗം ലോകത്തിന്റെ മാർഗമല്ല, ലോകത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ളതായുള്ള ഒന്നല്ല. ലോകം ഒരുപക്ഷെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. കുരിശ് എന്ന് പറയുന്നത് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, സ്വയം വെറുമയാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുരിശിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യൂദയും കർത്താവ് ഒരു വലിയ കോൺഫ്ലിക്റ്റ് നമ്മളിവിടെ കാണുന്നുണ്ട്. യൂദ സ്വന്തം നാഥനെ ഇത്രത്തോളം തന്നെ തന്നോട് കൂടെ ഇരുന്ന, അല്ലെങ്കിൽ തന്നെ വിളിച്ച് ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കിയതായുള്ള ഗുരുവിനെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, ചില്ലറ നാണയത്തുട്ടുകൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറാകുകയാണ്. ഗുരുവിനോടുള്ള തന്റെ അടുപ്പം മുതലാക്കിക്കൊണ്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ ആയിട്ട് ഒത്തുചേരുകയാണ് ചില നാണയത്തുട്ടുകൾ ലഭിക്കുവാൻ വേണ്ടി. He does things for his own benefits. എന്നാൽ മറുവശത്ത് കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. He does things for others. മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഈ കഷ്ടം സഹിക്കുന്നതും വേദന ഏൽക്കുന്നതും അപമാനം ഏൽക്കുന്നതും പരിഹാസം ഏൽക്കുന്നതും ന്യായവിസ്താരത്തിൽ അകപ്പെടുന്നതുമെല്ലാം തന്നെ for others. പാപികളായ മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിനെ കുരിശിലേറ്റിയതായ പടയാളികൾ കർത്താവിൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിടുന്നുണ്ട്. യൂദ ചില്ലറ നാണയത്തിന് വേണ്ടിയാണ്. ഇവിടെ പടയാളികളെ നമ്മൾ കാണുന്ന ഈ തുണിക്കണ്ടങ്ങൾക്ക് വേണ്ടിയാണ്. ക്രൂശിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ക്രൂശിന്റെ പിന്നാലെ പോകുന്നതായ ധാരാളം ആളുകൾ ഉണ്ട്. ക്രൂശ് നേട്ടമല്ല, അത് വെറുമയാക്കലാണ്, നൽകപ്പെടലാണ്. ഇന്നത്തെ ഒരുപക്ഷെ ആധ്യാത്മിക രംഗത്ത് പ്രോസ്പെറിറ്റി ഗോസ്പൽ വളരെ ശക്തമാണ്. ഞാൻ പറയും, പ്രോസ്പെറിറ്റി ഗോസ്പൽ പടയാളികളുടെ മതമാണ്. യേശുവിന്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിടുന്നതായ പടയാളികളുടെ മതമാണ്. യൂദായെ പോലെ നാണയത്തുട്ടുകൾക്ക് വേണ്ടി
യേശുവിനോടുള്ള അടുപ്പം സൂക്ഷിക്കുന്നതായ ആളുകളാണ്. ക്രൂശ് എന്ന് പറയുന്നത് ലാഭമല്ല, നഷ്ടമാണ്. നേടലല്ല, കൊടുക്കലാണ്. നമുക്ക് ആ ഒരു വലിയ ബോധ്യത്തോടു കൂടെ ഇതിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് കഴിയണം. കുരിശ് ഒരുപക്ഷെ വളരെ ആകർഷിക്കുന്ന ഒന്നായിരിക്കാം, അലങ്കാരമായിരിക്കാം, ആഭരണമായിരിക്കാം. എന്നാൽ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരാൾ പറയുണ്ടായി, ജീസസ് ഹാവ് മെനി ലവേഴ്സ് ഓഫ് ഹിസ് ഹെവൻലി കിങ്ഡം ബട്ട് only a very few bearers of his cross. ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ അവൻ്റെ വഴിയിൽ സഞ്ചരിപ്പാൻ ആളുകൾ കുറവാണ്. നമ്മൾ ദൈവ ആരാധനയ്ക്ക് അടുത്ത് വരുന്നത്, ദൈവസന്നിധിയിൽ കൂടി വരുന്നത് എന്തിനാണ്? നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്? ലാഭങ്ങൾക്ക് വേണ്ടിയാണ്? അതോ അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ, അവൻ നമുക്ക് വേണ്ടി സ്വയം ഇല്ലാതെയായതുപോലെ ദൈവത്തിന് വേണ്ടി സ്വയം അർപ്പിക്കുവാൻ വേണ്ടിയാണോ നാം അടുത്ത് വരുന്നത്? ഈ ഒരു ശൈലിയെ സ്വീകരിപ്പാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കൂടിവരവ് കൊണ്ട് അർത്ഥമില്ല. ഫോർ ജീസസ് ക്രോസ് ഈസ് എ ഡെലിബറേറ്റ് ചോയ്സ്. ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് ചോയ്സ്. ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് ഡിസിഷൻ ടു ടേക്ക് അപ്പ് ദ ക്രോസ്. നമുക്ക് ഈ ബോധപൂർവമായുള്ള ശ്രമം ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമായി തീരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ക്രൂശിനെയാണോ അതോ പടയാളികളെ പോലെ അങ്കികൾ, കർത്താവിൻ്റെ അങ്കിക്ക് വേണ്ടിയാണ്? 3, ക്രൂശ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതായുള്ള ഒന്നുണ്ട്, അത് നിത്യമായ ജീവനാണ്. ക്രോസ് ലീഡ്സ് ടു ഇറ്റേണൽ ലൈഫ്. നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 1 Corinthians chapter 1:18, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകും. ക്രൂശിനെ നോക്കി 2 പ്രതികരണങ്ങൾ സാധ്യമാണ്. ഒന്നുകിൽ ക്രൂശിനെ സ്വീകരിക്കുക, കർത്താവിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ക്രൂശിനെയും കർത്താവിനെയും ഉപേക്ഷിക്കാം. റിസീവ് ഇറ്റ് ഓർ റിജക്റ്റ് ഇറ്റ്. 2 കള്ളന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഒരാൾ കർത്താവിനെ റിസീവ് ചെയ്യുന്നു, ഒരാൾ കർത്താവിനെ നിഷേധിക്കുന്നു. അതിൻ്റെ അനന്തരഫലവും നമുക്കറിയാം. കർത്താവ് അവനോട് പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. Those who receive Jesus and his cross will inherit the heavenly kingdom. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ സാധ്യമായി തീരും, പറുദീസയ്ക്ക് യോഗ്യരായി തീരും. നമുക്ക് വേണ്ടി ക്രിസ്തു യാഗമായി തീർന്നു. നാം മരിക്കേണ്ടയിടത്ത് അവൻ നമുക്ക് വേണ്ടി ജീവനെ നൽകി. സോ ലെറ്റ് us make cross as a way of life and a way to eternal life. ഈ താൽക്കാലിക ജീവിതത്തിനപ്പുറമായി, താൽക്കാലിക ജീവിതത്തിലെ നേട്ടങ്ങൾക്കപ്പുറമായി നിത്യജീവൻ എന്ന വലിയ നേട്ടത്തിലേക്ക് യാത്ര ചെയ്യുന്നവരായി ഈ ക്രൂശിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സമർപ്പിതരായി തീരാം. കർത്താവിൻ്റെ സഹന വഴിയിൽ ഏറെ തിരസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഏറെ സ്നേഹിച്ച ശിഷ്യർ തള്ളിപ്പറയുന്നു, അവർ ഓടിപ്പോക്കളയുന്നുണ്ട്. വിസ്താരവേളയിൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. ക്രൂശിൻ്റെ വഴിയിൽ പരിഹാസങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പ്രാർത്ഥന, ക്രൂശിലെ പ്രാർത്ഥന നമുക്കറിയാം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പറുദീസ ഉദ്ഘാടനം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ക്രൂശിൽ ആശ്രയിക്കുന്ന ഏവനും ഈ പറുദീസയുടെ അനുഭവക്കാരനായിത്തീരും, ഈ നിത്യജീവന്റെ അനുഭവക്കാരനായിത്തീരും. അതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതായ ബോധ്യത്തോടുകൂടെ ആ മരണത്തിലൂടെ നമുക്ക് ലഭ്യമായ നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ക്രോസ്, ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് യുണീക് ലവ്. ഇറ്റ് കമ്പൽസ് us to love others. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അതേ സ്നേഹം പകർന്നു നൽകുവാൻ നമ്മെ നിർബന്ധിക്കുകയാണ്. Cross, it is an expression of self-emptying. It challenges us to give ourselves for God and for the kingdom of God. ദൈവത്തിനും ദൈവരാജ്യത്തിനു വേണ്ടി നമ്മെ അർപ്പിക്കുവാൻ നമ്മെ ചലഞ്ച് ചെയ്യുകയാണ്. ക്രോസ് ലീഡ്സ് ടു ഇറ്റേണൽ ലൈഫ്. ഈ ലോകത്തിന് താൽക്കാലിക നേട്ടങ്ങളല്ല, നിത്യജീവനെ ലക്ഷ്യമാക്കി, ആ വലിയ നേട്ടത്തെ ലക്ഷ്യമാക്കി ക്രൂശിൻ്റെ പാതയിൽ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഒരു യുവ വിദ്യാർത്ഥി തൻ്റെ പ്രൊഫസറുടെ മകളുമായി സ്നേഹബന്ധത്തിലാകുകയാണ്.
അടുത്ത് വരുന്ന നൃത്തോത്സവത്തിൽ ഒരുമിച്ച് ഡാൻസ് ചെയ്യണമെങ്കിൽ ഒരു ചുവന്ന റോസാപ്പൂ ആവശ്യം, ഒരു ചുവന്ന പനിനീർപ്പൂ ആവശ്യപ്പെടുകയാണ്. കൊട്ടാര നിവാസികളോടൊപ്പം നൃത്തം ചെയ്യാനുള്ള അസുലഭമായ അവസരമാണ്. എന്നാൽ കടുത്ത മഞ്ഞുകാലം ആയതിനാൽ ചുവന്ന റോസാപ്പൂ ലഭിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായുള്ള കാര്യമായി. സഹചാരിയായ വാനമ്പാടി സഹായിക്കാനെത്തിയ വാനമ്പാടി തൻ്റെ സ്നേഹിതന്റെ ദുഃഖം മനസ്സിലാക്കി, അവന്റെ നിരാശ മനസ്സിലാക്കി. അവൾ ഒരു റോസാ ചെടിയെ സമീപിച്ചിട്ട് ഒരു ചുവന്ന റോസാ പുഷ്പം ആവശ്യപ്പെടുകയാണ്. എന്നാൽ ആ റോസാ ചെടി നൽകുന്നത് വെള്ള പുഷ്പങ്ങളാണ്, വൈറ്റ് റോസസ് ആണ്. നല്ലൊരു ചുവന്ന പൂ ആവശ്യമാണ്. ഈ ചെറുപ്പക്കാരൻ്റെ റൂമിന് അടുത്തുള്ള സമീപത്തുള്ളതായ റോസാ ചെടിയെ ഈ വാനമ്പാടി സമീപിച്ച് ആവശ്യം പറയുമ്പോൾ ഈ റോസാ ചെടി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നിലാവുള്ള ഒരു രാത്രിയിൽ നീ എനിക്ക് വേണ്ടി പാടണം. നീ പാടുമ്പോൾ നിന്റെ നെഞ്ച് എൻ്റെ മുള്ളിനോട് ചേർത്ത് വയ്ക്കണം. അങ്ങനെ നീ മധുരമായി പാടിയാൽ നിനക്ക് ഞാനൊരു റോസാ പുഷ്പം സമ്മാനിക്കാം. വാനമ്പാടി സമ്മതിച്ചു. നിലാവുള്ള രാത്രിയിൽ ഈ റോസാ ചെടിയുടെ അടുത്ത് ചെന്ന് വാനമ്പാടി പാടുകയാണ്. തൻ്റെ ചങ്ക് ഈ മുള്ളിനോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. റോസാ ചെടി വീണ്ടും ആവശ്യപ്പെടുന്നു, കൂടുതൽ ചേർന്നിരിക്കാൻ, അമർന്നിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അമരും തോറും രക്തം ധാരധാരയായിട്ടൊഴുകുകയാണ്. പ്രഭാതമായപ്പോൾ സുന്ദരമായ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നു. തൻ്റെ സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവനെ ഹോമിക്കുകയാണ്. പ്രഭാതത്തിൽ ജനാല തുറക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ സുന്ദരമായി ചുവന്ന റോസാപുഷ്പം കണ്ട് സന്തോഷമുള്ളവനായി ഈ തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. താൻ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി തൻ്റെ ചങ്കിലെ ചോര ചൊരിയുവാൻ ഈ വാനമ്പാടി സന്നദ്ധമാകുകയാണ്. കർത്താവ് കാൽവറി ക്രൂശിൽ കാട്ടിയതും ഇത് തന്നെയാണ്. നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി അവൻ്റെ ചങ്കിലെ ചോര ഒഴുകുകയായിരുന്നു. കാൽവറി ക്രൂശിൽ ഓരോ ആണികൾ തറയ്ക്കപ്പെടുമ്പോഴും ഓരോ മുറിവുകൾ താൻ ഏൽക്കുമ്പോഴും ചോര ധാരധാരയായിട്ട് ഒഴുകുന്നു. ഇത് മറ്റാർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, നമ്മോടുള്ളതായ സ്നേഹത്തിൻ്റെ വലിയ എക്സ്പ്രഷൻ ആയിരുന്നു. ഇന്ന് നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഈ വലിയ ബോധ്യത്തോടു കൂടെ നമുക്കിരിക്കാൻ കഴിയണം. കാൽവറി ക്രൂശിൽ കർത്താവ് യാഗമായതൊരു ചരിത്ര സംഭവമായിട്ട് മാത്രം പരിണമിക്കാനല്ല, ഇത് ഇന്നെൻ്റെ അനുഭവമായി തീർന്നു. ഇന്ന് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ കർത്താവ് യാഗമായി തീർന്നു എന്നുള്ളത് എനിക്കിന്ന് അർത്ഥപൂർണമായി മനസ്സിലാക്കുവാൻ കഴിയണം. അതിലാണ് ഈ ആരാധനയുടെ അർത്ഥം ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ അർപ്പിതരായി തീരാം. വാലന്റൈൻസ് ഡേയിൽ പ്രിയതമയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ മെസ്സേജ് അയക്കുകയാണ്. യുവർ ലവ് ഈസ് മൈ ഇൻസ്പിറേഷൻ, യുവർ സാക്രിഫൈസ് ഈസ് മൈ സ്ട്രെങ്ത്. കർത്താവ് നമ്മെ എത്ര സ്നേഹിച്ചതാണ്. കർത്താവിൻ്റെ സ്നേഹം നമുക്കൊരു ഇൻസ്പിറേഷനായി മാറണം. ടു ലവ് അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ കരുതാൻ. യുവർ സാക്രിഫൈസ് ഈസ് മൈ സ്ട്രെങ്ത്. എനിക്ക് വേണ്ടി അർപ്പിച്ചത് എൻ്റെ ബലമാണ്. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്നെ അർപ്പിക്കാൻ, അതിലൂടെ നിത്യജീവന് അവകാശിയായി തീരാൻ എനിക്ക് സാധ്യമാകത്തക്കവണ്ണം സമർപ്പിക്കുവാനായിട്ട് ഇടയായത്. അവിടെ നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. ഡി വിനയേന്ദ്രൻ എന്ന മലയാളത്തിലെ എഴുത്തുകാരൻ, അദ്ദേഹം ഇപ്രകാരം ഒരു കവിതയിൽ എഴുതുന്നുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെ സ്നേഹിച്ചിരുന്നു ഞാൻ, കാണുന്നതിന് മുമ്പേ നിന്നെ കണി കണ്ടു തുടങ്ങി ഞാൻ, നീ ഉറങ്ങുന്നതിന് മുമ്പ് നിന്നെ ഓർത്ത് മയങ്ങി ഞാൻ, നീ മരിക്കാതിരിപ്പാൻ നിനക്കായി മരിപ്പൂ ഞാൻ. നാം മരിക്കാതിരിക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, തൻ്റെ ജീവനെ അർപ്പിച്ചു. ആ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിതരായി തീരാം. ക്രൂശ് നമ്മെ ചലഞ്ച് ചെയ്യുകയാണ്. ടു ഹാവ് the same unique love we received. It challenges us to give our life
for the glory of his kingdom. മാത്രമല്ല, താൽക്കാലികമായി ലോക നേട്ടങ്ങൾക്കപ്പുറമായി it challenges us to look at the eternal life God promised. ആ വലിയ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആത്മാവേ ഓർക്ക നീ ഈ മഹാ സ്നേഹത്തെ, ദൈവത്തിൻ പുത്രനീ സാധുവേ, ദൈവത്തിൻ പുത്രനീ ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ, ദൈവമേ ഓർക്കല്ലേ. ഈ നമ്മുടെ കുറവുകളെ, പാപങ്ങളെ ദൈവസന്നിധിയിൽ പറഞ്ഞ് പുതിയ സമർപ്പണത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. നമുക്ക് ചേർന്ന് ഒരു സമർപ്പണമായിട്ട് ഈ ഗീതങ്ങളെ, ഈ വരികളെ പാടാം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം.